ഇവർക്കൊരു നിലയും വിലയൊക്കെ കൊടുക്കേണ്ടത് ഭർത്താക്കന്മാരുടെ മാതാക്കളല്ലേ. അപ്പോൾ അവർ സത്യത്തിൽ എന്താ വെച്ചാൽ ഒരു മരുമകളായി കുറേ കാലം ജീവിച്ച ഒരാളാണ്. അപ്പോൾ ആ മരുമകളായി ജീവിച്ച ഒരാളെന്ന നിലക്ക് സ്വാഭാവികമായും അവർ കണ്ടു വളർന്ന ചില സമ്പ്രദായങ്ങളുണ്ട്. ആ സമ്പ്രദായങ്ങൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹബി അജ്മഈൻ അമ്മാ ബഅദ്. വിവാഹം കഴിഞ്ഞ ഒരു പെൺകുട്ടിയുടെ ചോദ്യമാണ്, അല്ല ഈ മരുമക്കൾ, നമ്മുടെ മകളെ കല്യാണം കഴിച്ചു കൊടുത്തിട്ട് ആൺമക്കളായിട്ടുള്ള മരുമക്കൾ വരുമ്പോൾ ആ മരുമക്കൾക്ക് എന്നും എത്ര കാലം കഴിഞ്ഞാലും അവർക്ക് ഭയങ്കര സൽക്കാരവും സ്വീകരണവും ഒക്കെ ആയിരിക്കും. എന്നാൽ ഇതുപോലെ നമ്മുടെ മക്കൾ വിവാഹം കഴിച്ചു കൊണ്ടുവരുന്ന മരുമക്കൾക്ക് എന്താണ്, ഇതുപോലെ മരുമകൾ വരുന്ന അന്ന് അവൾക്ക് നല്ല ഭക്ഷണവും അവൾക്ക് നല്ലൊരു സ്വീകരണവും സൗകര്യങ്ങളൊക്കെ കൊടുക്കാം, അവൾ കഴിച്ചോ അവൾക്ക് കിട്ടിയോ എന്നൊരു അന്വേഷണം എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? അത് രണ്ടും മരുമക്കൾ തന്നെയാണല്ലോ. ഒന്ന് ആണായതുകൊണ്ടും മറ്റൊന്ന് പെണ്ണായതുകൊണ്ടുമാണോ എന്നതാണ് അടിസ്ഥാനപരമായ ഒരു ചോദ്യം. നമ്മുടെ മക്കളെ പോലെ എന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ വീട്ടിൽ വന്നു നിൽക്കുന്ന ഒരാൾ, അതാണായാലും പെണ്ണായാലും, അവർക്ക് ഒരു മാന്യമായ പരിഗണന നൽകുക എന്നുള്ളത് വളരെ മാന്യതയല്ലേ. ഇസ്ലാമികമായി ചിന്തിച്ചാലും മാനുഷികമായി ചിന്തിച്ചാലും അതൊരു മാന്യമായ സമീപനമാണ്. എന്തുകൊണ്ടാണ് ഇല്ലാതെ പോയതെന്നുള്ളതാണ്. ഇത് മാത്രമല്ല, സത്യം പറയുകയാണെങ്കിൽ ഈ മരുമക്കളായിട്ട് ഭർത്താവിൻ്റെ വീട്ടിൽ ചെല്ലുന്ന പെൺകുട്ടികൾ ചിലപ്പോൾ ഒരു പട്ടിണി കിടക്കുന്നുണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ആളുകളൊക്കെ കഴിച്ചിട്ട് പിന്നെ ഭക്ഷണമില്ലെങ്കിൽ അവർക്ക് ഭക്ഷണമില്ലാത്ത അവസ്ഥ ഉള്ള വീടുകളുണ്ട്. നല്ലതെന്തെങ്കിലും ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അവർക്ക് അത് കിട്ടാതിരിക്കുന്ന അവസ്ഥകളുണ്ട്. ഇപ്പോൾ മുമ്പ് കാലങ്ങളിലൊക്കെ മത്സ്യമോ മാംസമൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അതിനൊരു പങ്ക് അവർക്ക് ഉണ്ടാവില്ല. ഇങ്ങനത്തെയൊക്കെ ഒരു അവസ്ഥ സത്യത്തിൽ എത്രമാത്രം കരുണയില്ലാത്തതാണ് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കും. നിങ്ങൾ ഇതൊരിക്കലും സംഭവിക്കാം. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാവുന്നത് നമ്മൾ പരിശോധിക്കണമല്ലോ. ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മരുമക്കളോടുള്ള സമീപനത്തിൻ്റെ ഒരു സമ്പ്രദായം, ഒരു പാരമ്പര്യം, മുമ്പ് കാലം മുതലേ അങ്ങനത്തെ ഒരു സമീപനമാണ് മരുമക്കളോട് സ്വീകരിക്കുന്നത്. അതാണ് ഒരു കാരണം. സത്യത്തിൽ അങ്ങനെ ഒരു പാരമ്പര്യമുണ്ടോ? നമ്മൾ പാരമ്പര്യങ്ങളാണോ നമ്മൾ പിന്തുടരേണ്ടത്? നമുക്ക് നമ്മുടേതായ നമ്മുടെ മാന്യതയും നമ്മുടെ മര്യാദയും കാത്തു സൂക്ഷിക്കാൻ നമുക്ക് മതപരമായ നിർദ്ദേശങ്ങളില്ലേ? നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ പുറത്തുനിന്നുള്ളൊരു വ്യക്തികളാകുമ്പോൾ ആ വ്യക്തികളെയല്ലേ കൂടുതൽ നമ്മൾ പരിഗണിക്കേണ്ടത്. ഇതാണ് ഒരു കാരണം. രണ്ടാമത്തെ ഒരു കാരണമെന്ന് പറഞ്ഞാൽ, എന്തൊക്കെ ചെയ്താലും ഒരു ജീവിതത്തിന് വേണ്ടി സ്ത്രീകൾ ഇതെല്ലാം സഹിച്ച് ഭർത്താവിനോടൊപ്പവും ഭർത്തൃ വീട്ടിലും നിൽക്കും എന്ന ധൈര്യമാണ് മറ്റൊരു കാരണമെന്ന് വേണമെങ്കിൽ പറയാം. എങ്ങനെ അവഹേളിച്ചാലും, ഭക്ഷണം കൊടുത്തില്ലെങ്കിലും, എങ്ങനെ അപമാനിച്ചാലും, ചീത്ത പറഞ്ഞാലും, എത്ര പരിഗണിച്ചില്ലെങ്കിലും ഒരു കുടുംബജീവിതത്തിന് വേണ്ടി അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടി, ഒരു ദാമ്പത്യത്തിന് വേണ്ടി വീട് വിട്ടിറങ്ങി പോകുന്നത് കൊണ്ട് ഇനി എന്ത് കഷ്ടപ്പാടാണെങ്കിലും അവരിവരെ തുടർന്നു കൊള്ളുന്നതാണ്. അതുകൊണ്ടാണ് നിന്നെ തൊലാക്ക് ചെയ്യും, നിന്നെ വീട്ടിൽ കൊണ്ടുപോയാക്കും, അല്ലെങ്കിൽ നീ പൊയ്ക്കോ എന്നൊക്കെ പറയുന്നതിൻ്റെ ആത്മധൈര്യം അവരിറങ്ങിപ്പോവില്ലെന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത്. ഇതായിരിക്കാം ഇവർക്ക് ഒരു പരിഗണനയും ലഭിക്കാതിരിക്കുവാനുള്ള രണ്ടാമത്തൊരു കാരണം അതാവാനാണ് സാധ്യത. പിന്നെന്താണ് സ്വാഭാവികമായിട്ടും ഈ മരുമക്കളോട് കാണിക്കുന്ന അവഗണനയ്ക്കുള്ള മറ്റൊരു കാരണം എന്താണ്? മറ്റൊന്ന് മനസ്സിലാവുന്നത്, സാധാരണ ഇവർക്ക് മാന്യതയും ഇവർക്കൊരു നിലയും വിലയൊക്കെ കൊടുക്കേണ്ടത് ഭർത്താക്കന്മാരുടെ മാതാക്കളല്ലേ. അപ്പോൾ അവർ സത്യത്തിൽ എന്താ വെച്ചാൽ ഒരു മരുമകളായി കുറേ കാലം ജീവിച്ച ഒരാളാണ്. അപ്പോൾ ആ മരുമകളായി ജീവിച്ച ഒരാളെന്ന നിലക്ക് സ്വാഭാവികമായും അവർ കണ്ടു വളർന്ന ചില സമ്പ്രദായങ്ങളുണ്ട്. ആ സമ്പ്രദായങ്ങളെ എന്തു ചെയ്യുന്നു? അവരും പ്രയോഗവൽക്കരിക്കുന്നു. അവരുടെ അമ്മായിമ്മ പറഞ്ഞതെല്ലാം ഇവരുടെ മരുമകളോട് പറയുന്നു എന്ന് വേണം വിചാരിക്കാൻ. എന്തായിരുന്നാലും നമ്മൾ മതപരമായി കാര്യങ്ങൾ ഉൾക്കൊണ്ട ആളുകൾ ഇതിനൊക്കെ വലിയൊരു മാറ്റമുണ്ടാക്കേണ്ടതുണ്ട്.
നമ്മുടെ മരുമക്കളെ നമ്മുടെ മക്കളെ പോലെ കണ്ട് അവരെ പ്രത്യേകം പരിഗണിച്ച് അവിടെ ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി ഒരു മാന്യമായ പെരുമാറ്റം അവരോട് പെരുമാറുക എന്നുള്ളത് ഏറ്റവും പ്രധാനമല്ലേ? ഏറ്റവും നല്ലവരാരാണെന്ന് ചോദിച്ചാൽ അഹ്സനുഹും അഖ്ലഖ്, ഏറ്റവും നല്ല സ്വഭാവമുള്ളവരല്ലേ ഏറ്റവും നല്ല ആൾക്കാരെന്ന് പറഞ്ഞാൽ. നാളെ പരലോകത്ത് ഏറ്റവും കരം തൂങ്ങുന്നത് സൽസ്വഭാവമല്ലേ ഇതിന്. ഇനി മറ്റൊരു കാര്യം, ഒരു സുഹൃത്ത് ചോദിച്ചതാണ്, എന്താണ്, അവൻ്റെ ഉമ്മനെ നോക്കാൻ ഒരു മരുമക്കളും തയ്യാറല്ല. ഉമ്മനെ നോക്കാൻ ഒരു മരുമക്കളും തയ്യാറല്ല. ഒരു മകൻ്റെ അടുക്കൽ തൽക്കാലം അവർ വന്ന് നിൽക്കുന്നു. അപ്പോൾ ഒരു നിർബന്ധിതമായി അയാളുടെ ഭാര്യ അവരെ നോക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ അതിന് അദ്ദേഹം കണ്ടെത്തുന്നൊരു കാരണം എന്ന് പറഞ്ഞാൽ എന്താണ്, എൻ്റെ ഉമ്മ വല്യമ്മയെ, അതായത് അവരുടെ അമ്മായിമ്മയെ നോക്കിയിട്ടില്ല, അവർ നോക്കാൻ അവർ താല്പര്യം കാണിച്ചിട്ടുമില്ല, നോക്കേണ്ട സാഹചര്യങ്ങൾ അവർ അവഗണിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതുതന്നെ മരുമക്കളിൽ നിന്ന് ഇവർക്കും ആവർത്തിക്കപ്പെടുന്നതാണ്. അപ്പോൾ ഇനി മരുമക്കൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഈ അമ്മായിമ്മയെ അവഗണിച്ചാൽ നിങ്ങളുടെ കൊണ്ടുള്ള മക്കൾ അവരും ഒരുപക്ഷെ ഇത് നിങ്ങൾക്ക് തിരിച്ചു തരുമെന്നാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തില്ലെങ്കിൽ അത് നമുക്ക് തിരിച്ചു കിട്ടാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാവില്ല.